കേരളത്തിൻ്റെ നെഞ്ചകം പിളർത്ത ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം മലയാളികളുടെ മനസ്സിൽ ഇന്നുമുണ്ട്. ഒരു വൈദികനെ, ഒരു പാസ്റ്ററെ ഒരാൾ ക്രൂരമായി മർദ്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ലഘുലേഖകൾ കീറിക്കളയുന്നു. എന്നിട്ട് അവർ തന്നെ ആ ദൃശ്യം വൈറലാക്കുന്നു. ആ ദൃശ്യത്തിൽ പാസ്റ്ററെ ആക്രമിച്ച വ്യക്തിയാണ് തൃശ്ശൂർ ജില്ലയിലെ ബജ്രംഗദളിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപിനാഥൻ കൊടുങ്ങല്ലൂർ. ആ ദൃശ്യം വൈറലായതോടുകൂടി കേരള പോലീസ് ഗോപിനാഥൻ കൊടുങ്ങല്ലൂരിനെതിരെ കേസെടുക്കുന്നു. അങ്ങനെ നിരവധി കേസുകൾ ഗോപിനാഥനെ വേട്ടയാടുന്നു. 196 ദിവസം വിയ്യൂരിലെ ജയിലിൽ കഴിഞ്ഞപ്പോൾ പോലും ഒരു സംഘപരിവാർ നേതാവും തന്നെ സംരക്ഷിക്കാനോ കാണാനോ ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് ഗോപിനാഥൻ്റെ വാദം. അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. തീവ്ര നിലപാടിൽ നിന്ന് മാറിയിട്ട അദ്ദേഹം വ്യക്തമായി വസ്തുതാപരമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് നിക്ഷേപിക്കുന്നു. ആ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു, വൈറലാകുന്നു. പല ആളുകളും ആ പോസ്റ്റിനെ നെഞ്ചിലേറ്റുകയുണ്ടായി. ആ പോസ്റ്റിൽ ഗോപിനാഥൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇതാണ്. അതായത് താൻ ഇനി ഒരു സംഘടനാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകില്ല. കാരണം ഇത്തരത്തിലുള്ള തീവ്ര സ്വഭാവവുമായി മുന്നോട്ട് പോകുന്ന സംഘടനകൾ മനുഷ്യനെ ഇല്ലാതാക്കുകയാണ്. നേരെ നിന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാം, ഇല്ലെങ്കിൽ സർക്കാർ ചിലവിൽ ജയിലിൽ നിന്ന് ഭക്ഷണം കഴിക്കാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൻ്റെ ചുരുക്കം. പക്ഷേ അതിനേക്കാൾ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റിന് താഴെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു കമൻറ്റ് ചെയ്യുന്നു. ആ കമൻറ്റിന് അദ്ദേഹം മറുപടി നൽകുന്നത് ഇങ്ങനെയാണ്: അമിതമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഞാനൊരു തീവ്രവാദിയായേനെ എന്നതാണ് ആ മറുപടിയുടെ ചുരുക്കം. അതായത് ഇത്തരത്തിലുള്ള സംഘടനകൾ തീവ്രവാദികളെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന ഒരു വലിയ കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ രാജ്യത്ത് 10ഓളം സംഘപരിവാർ തീവ്രവാദികളെയാണ് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പിടികൂടിയിട്ടുള്ളത്. മധ്യപ്രദേശിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമായിട്ടാണ് ഇത്തരം ആളുകളെ പിടികൂടിയിട്ടുള്ളത്. ഇവർക്കൊക്കെ വ്യക്തമായ സംഘപരിവാർ ബന്ധമുണ്ട്. പലരും ബജ്രംഗദളിൻ്റെ പ്രവർത്തകരാണ്, അങ്ങനെ സംഘപരിവാർ സംഘടനകളിലെ പ്രവർത്തകരാണ്. അവർ ഒരുപാട് പണമുണ്ടാക്കിയിരുന്നു. ഇന്ത്യയിലെ ചില നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തുകൊണ്ട് ഒരു ദിവസം 10,000 എന്ന നിലയിലാണ് അവർ ഇടപാട് നടത്തിയിരുന്നത്. അങ്ങനെ ഒരുപാട് പണം സമ്പാദിക്കുകയും എല്ലാ നേരവും രാജ്യസ്നേഹത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന ഇവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാജ്യത്ത് കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ഉണ്ടായാൽ മാത്രമേ ഇത്തരക്കാർക്ക് രാജ്യത്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മുടെ രാജ്യത്ത് അറസ്റ്റിലാക്കപ്പെട്ട സംഘപരിവാർ തീവ്രവാദികൾ. ഗോപിനാഥൻ കൊടുങ്ങല്ലൂരും ആ വഴിയിലായിരുന്നു എന്നാണ് ഗോപിനാഥൻ കൊടുങ്ങല്ലൂർ പറയുന്നത്. അദ്ദേഹം ഇനിയും കുറച്ചു കാലം ഇതിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ താൻ തീവ്രവാദിയായി പോകുമായിരുന്നു എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്. കേരളത്തിൽ ഇത്തരത്തിൽ ഹിന്ദുത്വവാദത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തീവ്ര നിലപാടുമായി മുന്നോട്ട് പോകുന്നവർ വലിയ രീതിയിൽ വ്യാപിച്ചിരിക്കുകയാണ്. ഇത്തരക്കാരുടെ ലക്ഷ്യം വർഗീയ കലാപമാണ്, വർഗീയ ധ്രുവീകരണമാണ്. ഇത്തരക്കാർക്കെതിരെ കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ കണ്ടുകെട്ടാൻ സർക്കാർ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവരെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഗോപിനാഥൻ കൊടുങ്ങല്ലൂർ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Let's go.